നമുക്ക് പോയിട്ട് തൊപ്പുക്കി വാങ്ങിക്കാം. ഓക്കെ, തൊപ്പുക്കി 6th ഞാൻ കോൺസേർട്ടിന് പോവാണ് ഗൈസ്. ഓക്കെ, പവറാക്കാൻ വേണ്ടിയിട്ട് ചോപ്സ്റ്റിക് കഴിക്കാൻ വെച്ചില്ലേ. അവർ പറയുന്ന ഒരു എക്സസൈസ് ആണ് രാവിലെ. ഇപ്പോൾ 3 കിലോ അരിക്ക് ഞാൻ കൊടുക്കുന്നത്. ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് മറ്റേ ബോളിവുഡ് സെറ്റപ്പ് പോലെ ഉണ്ടല്ലേ. ഇത് ആക്ച്വലി ഇവിടെ ഭയങ്കര ചൂടല്ലേ, അപ്പൊ ഞാൻ ഫാൻ ഓൺ ആക്കിയിട്ടുണ്ട്. രാവിലെ തന്നെ ആയപ്പോൾ കുറച്ച് എയർ ഒക്കെ വന്നോട്ടെ എന്ന് വെച്ചിട്ട് ജനലൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്നൊരു ഭയങ്കര മൂടി ആയിട്ടുള്ള ദിവസമാണ്, അതുകൊണ്ട് ഞാൻ ഒരു ലൈറ്റ് സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ബോളിവുഡ് സെറ്റപ്പ് പോലെ ഉള്ളത്. എനിവേ, വെൽക്കം ടു ദ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ് ഇൻ കൊറിയ. ഓക്കെ, ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി. കാരണം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു നമ്മൾ നെക്സ്റ്റ് എന്ത് വീഡിയോ ഇടും. അപ്പൊ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ കുറെ ആൾക്കാർ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ചെയ്യാറുണ്ട്, അതും നാട്ടിൽ നിന്ന്. അപ്പൊ തന്നെ ആൾക്കാർ ഭയങ്കര ക്യൂരിയസ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു കുറേന്ന് ഞാൻ എങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോ ടൈറ്റിൽ കണ്ട പോലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഇൻ കൊറിയ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് വരാം. ഓക്കെ, ഒരു മിനിറ്റ്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതൊരു സാലഡ് ആണ്. ഓക്കെ, ഇത് കഴിക്കുന്നതിന് മുമ്പേ ഞാനൊരു ടവലിടാം എൻ്റെ മേലെ, അല്ലെങ്കിൽ എനിക്ക് പണിയായിരിക്കും. എൻ്റെ മൈക്ക് കവറാവൂ? വെയിറ്റ്, ഐ എം സോറി ഗൈസ്. ഇതൊരു ഇങ്ങനെ ഞാൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ ഡ്രസ്സിന് പണി കിട്ടും, അതുകൊണ്ടാണ്. ഓക്കെ, ഓക്കെ, കുറച്ച് നേരത്തേക്ക് നിങ്ങൾ എന്നെ ഇങ്ങനെ കാണേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊരു എസ്തെറ്റിക് വീഡിയോ ആയിട്ട് പ്രതീക്ഷിക്കരുത്, ഇങ്ങനത്തെ ഒരു കോമഡി വീഡിയോ ആയിട്ട് പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതൊരു സാലഡ് ആണ്. ഓക്കെ, ഞാൻ ഇവിടെ കൊറിയയിൽ പാർട്ട് ടൈം ജോബ് പോകുന്നുണ്ട്. അപ്പോൾ പാർട്ട് ടൈം ജോബിൽ നമ്മൾ സാലഡ് ആണ് ഉണ്ടാക്കുന്നത്. എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ റിവീൽ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ അവിടുന്ന് സാലഡ് ഉണ്ടാക്കി കൊണ്ടുവന്നു, ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊണ്ടുവന്നു ഇന്നലെ. അപ്പോൾ സാൻഡ്വിച്ച് ഞാൻ ഇന്നലെ രാത്രി കഴിച്ചു. സാലഡ് ആണ് ഇത്. ഇത് ആക്ച്വലി എല്ലാം കൂടെ മിക്സ് ആയി, കാണുമ്പോൾ കുറച്ച് വൃത്തിയൊക്കെ ഉണ്ടാവും, പക്ഷെ ഇതെല്ലാം കൂടെ മിക്സ് ആയി. ഒരു മിനിറ്റ്, ഞാൻ കാണിച്ചു തരാം. ഇതിൽ കുറെ സംഭവങ്ങളുണ്ട്, ഞാൻ എല്ലാം കാണിച്ചു തരാം. അപ്പൊ നമുക്ക് സാലഡ് കഴിക്കാം. സാലഡ് ആക്ച്വലി നമ്മൾ ഫോർക്ക് വെച്ചിട്ടൊക്കെയാണ് കഴിക്കുക. ഇന്ന് ഞാൻ ഓവറാക്കാൻ വേണ്ടിയിട്ട് ചോപ്സ്റ്റിക് കഴിക്കാൻ വെച്ചു. ഈ ചോപ്സ്റ്റിക് ഉണ്ടല്ലോ, നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ഗ്യാപ്പുള്ള സ്ഥലം ഉണ്ടാവും. ആ ഗ്യാപ്പുള്ള സ്ഥലത്ത് നിന്ന് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ച് ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ അത് കീറിപ്പോവും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്ന ഒരു ടിപ്പാണ്. ഞാൻ അങ്ങനെ പ്രോ ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ ഓവറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും. എനിവേ, അപ്പൊ ഇതാണ് നമ്മുടെ സാലഡ്. ഓക്കെ, ഈ സാലഡിൽ നമുക്ക് ഇതാ ലെറ്റൂസ് ഉണ്ട്, ഹലപ്പിനോ ഉണ്ട്. ഹലപ്പിനോ എങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. എന്തൊരു മുളക് വെച്ചുള്ള സാധനം, ഈ വിനാഗിരിയിലൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെന്താ ഉള്ളത്, മറ്റേ നട്ട്സ് ഉണ്ട് കുറെ. നമ്മളുടെ എന്താ ഇതിന്റെ പേര്, കമ്പത്തിന് കോൺ ആ സാധനം. ഓക്കെ, പിന്നെ ഒലീവ് ഉണ്ട്. പിന്നെന്താ ഉള്ളത്, കുറെ യങ്പ ഫ്ലേക്ക്, അതായത് ഒനിയൻ ഫ്ലേക്സ് ഉണ്ട്. ഓക്കെ, അതിപ്പോ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഇന്നത്തെ സാലഡിൽ ഞാൻ അത്ര പിന്നെ ഇതുണ്ട്, എന്താണെന്നറിയോ, നമ്മളുടെ എന്റെ മുടി, കുക്കുംബർ ഉണ്ട്. അത്ര മാത്രമേ ഞാൻ ഇന്നലെ ആഡ് ചെയ്തിട്ടുള്ളൂ. അവിടെ ആക്ച്വലി ചിക്കൻ ഉണ്ടാവും, നമ്മളുടെ ടോഫു പനീർ പോലൊരു സാധനം അതുണ്ട്. ചിക്കൻ 2 വെറൈറ്റി ഒക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ ആഡ് ചെയ്യാറില്ല, കാരണം എന്താന്ന് വെച്ചാൽ അതിങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നല്ലേ, ഹെൽത്തിന് അത്ര നല്ലതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എനിക്ക് വലിയ താല്പര്യമില്ല അത് കഴിക്കാൻ. അപ്പൊ ഞാൻ വെജിറ്റബിൾസ് മാത്രം ഇട്ടിട്ടാണ് കൊണ്ടുവരാറ്. നാട്ടിലായപ്പോണ്ടല്ലോ അമ്മ കുറേ വെജിറ്റബിൾസിന്റെ, അതായത് മുരിങ്ങേന്റെ ഇല, ചീരന്റെ ഇല, മത്തന്റെ ഇല, അങ്ങനെ കുറെ ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഹെൽത്തി ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ ഞാൻ ഈ പാർട്ട് ടൈം ചെയ്യാൻ തുടങ്ങിയതിന്റെ ശേഷം ഇങ്ങനത്തെ കുറെ സംഭവങ്ങളാണ് ചെയ്യാറ്. ഉം ഇതിലിങ്ങനെ സോസ് ഒക്കെ ആഡ് ചെയ്യുന്ന കാരണം ടേസ്റ്റ് ഉണ്ടാവും. ഇതാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന്. ഓക്കെ, ASMR പോലെ ഉണ്ടാവും, മുക്ബാങ് സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ വീഡിയോ എടുത്ത് കാണുമ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ സൗണ്ട് നല്ലതാണോ അല്ലയോ. ഞാൻ പൊതുവെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ലാവിഷ് ആയിട്ടൊന്നും ഇരുന്ന് കഴിക്കാറില്ല. ഇന്ന് വീഡിയോ ചെയ്യുന്ന കാരണം ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ. ഞാൻ രാവിലെ എണീറ്റിട്ട് എന്താ ആദ്യം ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ ജേർണലിങ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഈ ജേർണലിങ് എന്ന് പറയുമ്പോൾ ഞാനൊരു ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. ആ ബുക്ക് ഇതുവരെ ഞാൻ ഫുള്ള് വായിച്ചിട്ടില്ല.
ദ ആർട്ടിസ്റ്റ് വേ എന്നാണ് ബുക്കിന്റെ പേര്. ഓക്കെ, അപ്പൊ ആ ബുക്കിൽ പറയുന്നുണ്ട്. അയ്യോ ലൈറ്റ് പോയി, ലൈറ്റ് സെറ്റപ്പ് ആക്കി വീണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത്, ഞാനൊരു ബുക്ക് വായിച്ചു, ആർട്ടിസ്റ്റ് വേ എന്നാണ് ബുക്കിന്റെ പേര്. ഓക്കെ, അപ്പൊ ബുക്കില് പറയുന്നുണ്ട്, നമ്മള് ഈ ബുക്ക് ആക്ച്വലി എന്താന്ന് വെച്ചാല് നമ്മളുടെ ക്രിയേറ്റീവ് സൈഡ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലും ചില ആൾക്കാർക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവം ചെയ്യണം എന്നായിരിക്കുമല്ലോ ആഗ്രഹം. അപ്പൊ എനിക്കും കുറച്ച് അങ്ങനെ ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പൊ എന്റെ ഈ ക്രിയേറ്റിവിറ്റി കുറച്ച് ലാക്ക് ആണെന്ന് എനിക്ക് തോന്നി. അപ്പൊ അത് പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ. അപ്പൊ ആർട്ടിസ്റ്റ് വേ എന്ന ബുക്കിൽ അവർ പറയുന്ന ഒരു എക്സസൈസ് ആണ്, രാവിലെ എണീറ്റിട്ട് 3 പേജ് നമ്മൾ റൈറ്റ് ചെയ്യണം. ഓക്കെ, എന്ത് വേണമെങ്കിലും എഴുതാം, നമുക്ക് മനസ്സിൽ വരുന്ന എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പൊ ഞാൻ അത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പൊ രാവിലെ ഞാൻ എണീറ്റിട്ട് ആദ്യം ചെയ്യുന്നത് അത് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് എഴുതിയോന്ന് ചോദിച്ചാൽ, ഇന്ന് എനിക്ക് എഴുതാൻ സമയം കിട്ടിയില്ല. അപ്പൊ ഞാൻ എന്തായാലും എഴുതും, അത് വേറെ കാര്യം. അപ്പൊ അതാണ് ഇന്നത്തെ ഇത്. ഇങ്ങനെ ഇത് ആക്ച്വലി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാല് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ഒരു ഇല എന്ന് പറയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ എന്ത് കഴിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം. വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോയി കഴിക്കണോ, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണോ. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ കറി അവിടെ ഉണ്ട്, അപ്പൊ റൈസ് മാത്രം ഉണ്ടാക്കിയാൽ മതി. അത് കഴിക്കണോ നമുക്ക് ആലോചിക്കാം. ഓക്കെ, ഉച്ചയ്ക്കുള്ള പ്ലാൻ ഇതുവരെ റെഡി അല്ല. പറ്റുകയാണെങ്കിൽ ഞാൻ അവിടുത്തെ ക്യാൻറ്റീനിൽ പോയി കഴിക്കാം. ക്യാൻറ്റീനിൽ ആയിരുന്നു, ലെറ്റ് സീ. അപ്പോൾ ഞാൻ ഇത് കഴിച്ചു തീർക്കാം. കാരണം സംസാരിച്ചുകൊണ്ട് കഴിച്ചു തന്നാൽ അങ്ങനെ തന്നെയല്ലേ, സംസാരിച്ചുകൊണ്ട് കഴിച്ചാൽ കുറേ സമയം എടുക്കും. ഗൈസ്, ഞാൻ സംസാരിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെങ്കിൽ അതിന്റെ ഒരു പ്രശ്നം അല്ല, ഒരു ഇത് എന്താന്ന് വെച്ചാല്, ഞാൻ അധികം സംസാരിക്കാത്ത ആളാണ്. ഓക്കെ, അതായത് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ കുറെ സംസാരിക്കും, പക്ഷെ പൊതുവെ ഇങ്ങനെ വളവളവളവളവള സംസാരിക്കുന്ന ആളല്ല. ഓക്കെ, അതുകൊണ്ട് എനിക്കിങ്ങനെ വെറുതെ സംസാരിക്കാൻ അറിഞ്ഞൂടാ. അപ്പൊ ഇന്ന് അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റോൾ ആവുന്നത്. അപ്പൊ ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്നത് വലിയ കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, കാരണം എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്ന ഫീൽഡിൽ ഇത്തിരി ന്യൂ ആണ്, അതായത് കുറെ സംസാരിക്കുന്ന ഫീൽഡിൽ. അപ്പം യാ, നമുക്ക് ഇനി ലഞ്ചിന് കാണാം. ഓക്കെ ഓക്കെ, താങ്ക്സ് ഫോർ ദ ലവ് ഗൈസ്, താങ്ക്സ് ഫോർ സ്റ്റേയിങ്. ഓക്കെ, ഇവിടുന്ന് ഇപ്പോഴും വീഡിയോ കണ്ടിരിക്കുന്നതിൽ താങ്ക് യു സോ മച്ച്. ആക്ച്വലി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ റൂമിൽ തന്നെ ഇരിക്കണേ, ക്ലാസ് പോയില്ലേ ഈ കൊച്ച്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നതാണ്. ഓക്കെ, നമ്മുടെ പ്ലാനൊക്കെ മാറിപ്പോയി. ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ക്ലാസ് കഴിഞ്ഞിട്ട് ക്യാൻറ്റീനിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കൊറിയൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കാം. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ചാൽ ഭയങ്കര മഴ പെയ്തു. അപ്പോൾ എനിക്ക് ഈ കടയിലൊക്കെ പോകാൻ ഭയങ്കര മടി. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ വന്നിട്ട് വല്ലതും കഴിക്കാന്ന്. അപ്പം ഞാൻ ബാക്കിലൊരു കുക്കർ കാണുന്നില്ലേ, എവിടെ എവിടെ ക്യാമറ, ബാക്കിലൊരു ബാക്കിലൊരു കുക്കർ കാണുന്നില്ലേ, അതിലാണ് നമ്മൾ ചോറ് വെച്ചേക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ കറി ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം വൈകുന്നേരമല്ല, രാത്രി ഞാൻ നിങ്ങളെ കൊറിയൻ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോകുന്നതായിരിക്കും. മഴ പെയ്താലും നമ്മൾ പോവും. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പിട്ടാ, ഭയങ്കര. ഇപ്പോൾ എനിക്ക് തലവേദന എടുക്കുന്നുണ്ട് വിശന്നിട്ട്. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കണ്ടേന്ന് വെച്ചിട്ട് വീഡിയോ എടുക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം കഷ്ടപ്പാട്. ചോറ് ഉണ്ടാക്കിയിട്ട് വേണം ചോറ് കഴിക്കാൻ. ഒറ്റയ്ക്ക് താമസിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അതാണ്. ഓക്കെ, നമ്മൾ നാട്ടിലാവുമ്പോൾ എവിടെങ്കിലും പോയി വന്നാൽ വീട്ടിൽ അമ്മയൊക്കെ ഫുഡ് ഉണ്ടാക്കി വെക്കും. എനിവേ, എല്ലാം നല്ലതിന് വേണ്ടി എന്ന് വെച്ചിട്ട് തൽക്കാലം ഞാൻ ഇത് കഴിക്കാന്ന് വിചാരിച്ചു. ഇതെന്തെന്നറിയോ, ലോട്ടേന്റെ എന്തോ ഒരു കേക്കാണ്. ഇതിന്റെ പേരുണ്ടല്ലോ, കൊറിയനിലാണെങ്കിൽ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. എന്തോ കങ് താത്, ഐ ഡോണ്ട് നോ. മേലുള്ള കൊറിയൻ വായിക്കാം, കൊങ്കാങ്ങാൻ ഉരി ഖാജോകൾ വിഹാൻ സൊന്തക്. ഓക്കെ, അപ്പോ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ലോട്ടെ എന്ന് പറഞ്ഞത് ഇവിടെ ഭയങ്കര വലിയ സംഭവമാണ് കേട്ടോ. ലോട്ടെ മാർട്ട്, ലോട്ടെ വേൾഡ്, ലോട്ടെ ടവർ, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഭയങ്കര വലിയ സംഭവമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ലോട്ടെ ടവറിന്റെ. അവരെന്നെയാണ് ഇവര്. ഓക്കെ, അപ്പൊ അവരുടെ ഒരു ഫുഡാണിത്. അപ്പൊ നമുക്ക് ആദ്യം ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ട കൊള്ളാം. ഇതുണ്ടല്ലോ, ഇതിന്റെ പല വെറൈറ്റി ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ക്രീം പോലെ ഉണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. ഞാൻ ഓൾറെഡി കഴിച്ചാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിച്ചു നോക്കാം. സംഭവം നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടം. അപ്പം ഇനി തൽക്കാലം ഒന്ന് വിശപ്പ് മാറ്റാൻ വേണ്ടി ഞാൻ കഴിക്കുന്നതാണ്.
ആക്ച്വലി ഉണ്ടല്ലോ, എനിക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്നതിനൊക്കെ വലിയ താല്പര്യമില്ല. അപ്പം നിങ്ങളും ചിലപ്പോൾ അങ്ങനെയായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഓക്കെ, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ സംസാരിക്കുന്നുള്ളൂ. എനിക്ക് വലിയ താല്പര്യമില്ലാത്ത പരിപാടിയാണ് ഫുഡ് ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്നത്. ചോറായാൽ കറി എടുത്തിട്ട് ചൂടാക്കണം, കഴിക്കണം. യൂഷ്വലി ഞാൻ കഴിക്കുമ്പോൾ ഒരു K-ഡ്രാമയൊക്കെ കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ഈ എടുത്ത് എൻഹൈഫൻ ഒരു K-pop ഗ്രൂപ്പാണ്. ഓക്കെ, അവരുടെ NO ഫൺ പ്രോഗ്രാംസ് ഉണ്ടാവില്ലേ, അത് കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കണ്ട് ഞാൻ അവരുടെ കോൺസേർട്ടിനുള്ള ടിക്കറ്റ് വരെ വാങ്ങിച്ചു ഗൈസ്. ആക്ച്വലി അതുകൊണ്ട് മാത്രമല്ല, കൊറിയയിൽ വന്നിട്ട് എനിക്ക് ഒരു കോൺസേർട്ടിനെങ്കിലും പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻഹൈഫൻ്റെ കോൺസേർട്ട് വന്നു, പിന്നെ എനിക്ക് അവരെ ഇഷ്ടപ്പെട്ട് തുടങ്ങി. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു കോൺസേർട്ടിന് പോകാം. കാരണം അവരുടേത് കുറച്ചുകൂടെ എളുപ്പമാണ് ടിക്കറ്റ് കിട്ടാൻ. അവർ ഭയങ്കര പോപ്പുലർ അല്ലാത്ത കാരണം കുറച്ചുകൂടെ ടിക്കറ്റ് കിട്ടാൻ എളുപ്പമാണ്. അപ്പം ഞാൻ പോവാന്ന് വിചാരിച്ചു. നെക്സ്റ്റ് മന്ത് ഒക്ടോബർ 5-നാണോ 6-നാണോ ടിക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ 6-നാണ് നമ്മൾ പോകുന്നതെന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, 6-ന് ഞാൻ കോൺസേർട്ടിന് പോവാണ് ഗൈസ്. ഓക്കെ, അതാണ് പ്ലാൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറേ ഓക്കെ പറയുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. കഴിഞ്ഞ തവണ യൂനോ ആയിരുന്നു. അപ്പോൾ അപ്പോൾ ഗൈസ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മുടെ ചോറും കറിയും റെഡിയായി. ചോറുണ്ട്, മുട്ടക്കറി ഉണ്ട്, പുളിഞ്ചി ഉണ്ട്. ഓക്കെ, ചോറ് എടുത്തതുണ്ടല്ലോ ഭയങ്കര സ്റ്റിക്കി റൈസാണ്. കണ്ടോ, ഭയങ്കര സ്റ്റിക്കിയാണ്. കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ അതൊന്നും കൂടെ സ്റ്റിക്കി ആവും. പക്ഷേ കുഴപ്പമില്ല, വിശപ്പ് മാറ്റാൻ തൽക്കാലം ഇതൊക്കെ മതി. ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ കറിയാണ്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എനിക്കറിയാം. എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ കുറച്ച് എക്സ്പ്രഷൻ ഇടാം. വാവ്, കുറച്ച് എരിവ് കൂടുതലാണ്. എനിക്ക് എരിവുള്ളതാണ് ഇഷ്ടം. ഭയങ്കര എരിവല്ലെങ്കിലും കുറച്ചെങ്കിലും എരിവുള്ളതാണ് ഇഷ്ടം. ഞാനിവിടെ ചിക്കൻ, ഫിഷ് അങ്ങനത്തെ ഒന്നും ഇതുവരെ വാങ്ങിയിട്ടില്ല. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുക്കർ ഉണ്ടല്ലോ, ഈ കുക്കർ എൻ്റെ അടുത്ത് റീസെൻ്റ്ലി ആണ് കിട്ടിയത്. അത് വലിയൊരു കഥയാണ് സത്യം പറഞ്ഞത്. നിങ്ങൾക്ക് കഥ കേൾക്കണം എന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കഥ ഞാൻ പറയാം, നിങ്ങൾക്ക് കേൾക്കണം എന്നില്ല എന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ഫോർവേഡ്. ഓക്കെ, അപ്പോൾ കഥ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കൊറിയയിൽ കുക്കർ വാങ്ങിക്കാൻ കിട്ടില്ല. ഓക്കെ, നമ്മുടെ നാട്ടിലുള്ള കുക്കർ വാങ്ങിക്കാൻ കിട്ടില്ല. അവർ റൈസ് ഉണ്ടാക്കുന്നത് റൈസ് കുക്കർ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഉണ്ട്, പിന്നെ കറിക്കൊക്കെ വേറെ വേറെ പാത്രം. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് കഴിഞ്ഞ തവണ കൊറിയയിൽ വന്നപ്പം ഒരു കുക്കറുമായിട്ട് വന്നു. ഓക്കെ, കഴിച്ചുകൊണ്ട് സംസാരിക്കാം, വിശപ്പ്. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ യൂസ് ചെയ്തു കുറച്ച് ദിവസം. ഓക്കെ, പക്ഷെ എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോകേണ്ടി വന്നു നാട്ടിലോട്ട്, അമ്മയ്ക്ക് സുഖമില്ലാത്തപ്പം. അപ്പം ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ഓക്കെ, 2-3 ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ അതിൽ കുക്കറും ഉണ്ടായിരുന്നു. ഐ എം സോ ഷുവർ അബൌട്ട് ദാറ്റ്. അപ്പോൾ ഞാൻ തിരിച്ചു വന്നു. ഓക്കെ, ഈ ഒരു 3 മാസം മുമ്പ് തിരിച്ചു വന്നില്ലേ, അപ്പോൾ ഇവരെല്ലാവരും എനിക്ക് എൻ്റെ സാധനങ്ങൾ തിരിച്ചു തന്നു, എൻ്റെ പെട്ടി ഇതൊക്കെ. ഒരു പെട്ടിയിൽ കുറേ സ്പേസ് ഉണ്ടായിരുന്നു, ആൻഡ് അതിൽ കുക്കർ കാണാനില്ല. എനിക്ക് അറിഞ്ഞൂടാ എന്താ സംഭവിച്ചെന്ന്. എനിക്ക് അറിഞ്ഞൂടാ, കാരണം അവരെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. എനിക്ക് എവിടെ കറക്റ്റ് ഞാൻ വെച്ചതെന്ന് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. കാരണം 6 മാസം 7 മാസം മുമ്പ് നടന്ന സംഭവമാണ്. ഞാൻ പെട്ടെന്ന് ഭയങ്കര മൈൻഡ്ഫുള്ളി ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങളും അല്ല. ഭയങ്കര തിരക്ക് പിടിച്ച് പാക്ക് ചെയ്ത് നാട്ടിലോട്ട് പോയ ആളാണ് ഞാൻ. അപ്പം എനിക്ക് ഓർമ്മയില്ല കുക്കർ എന്താ സംഭവിച്ചത്. അല്ലെങ്കിൽ കുക്കർ വെച്ചു എന്ന് ഞാൻ ഉറപ്പാണ്, കാരണം ഇവിടെ കിട്ടാത്ത സാധനമല്ലേ. അപ്പോൾ അത് ഞാൻ സൂക്ഷിച്ചു വെച്ചു എന്ന് എനിക്കറിയാം. ഏത് പെട്ടിയിലാന്ന് ഓർമ്മയില്ല, ആരാണ് എടുത്തതെന്ന് ഓർമ്മയില്ല, ലൈക്ക് എങ്ങനെയാണ് അത് പോയതെന്നും അറിയില്ല. അപ്പോൾ കുക്കർ ഇല്ലാത്ത കുറച്ച് ദിവസങ്ങളായിരുന്നു ആദ്യ കുറച്ച് ദിവസങ്ങളിൽ. പിന്നെ എൻ്റെ ഒരു അറിയുന്ന ഒരു ചേട്ടൻ നാട്ടിൽ പോയി വന്നപ്പം ഈ കുക്കർ കൊണ്ടുവരിപ്പിച്ചു. അപ്പോൾ കുക്കർ വേണമല്ലോ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ. പക്ഷെ എന്നാലും ഞാൻ ചിക്കൻ വാങ്ങിച്ചിട്ടില്ല. ഒന്നാമത്തേത് സമയമില്ല, രണ്ടാമത്തേത് മടി, പിന്നെ എന്താ പറയുക, ഭയങ്കര പൈസയാണ് ചിക്കനൊക്കെ. ഇപ്പം ഞാൻ ഒരു ഇൻകം വരുന്നത് വരെ ഐ ആം ട്രൈങ് ടു റെഡ്യൂസ് എല്ലാം. കുറച്ചൊരു മിതമായ രീതിയിൽ ഭക്ഷണമല്ല, മിതമായ രീതിയിൽ ചിലവ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഓക്കെ, അത് കാരണം ഞാൻ അങ്ങനെ ചിക്കൻ എന്നാലും എനിക്ക് ഒരു പ്രാവശ്യം വാങ്ങിച്ചുണ്ടാക്കണം എന്നുണ്ട്. പിന്നെ എനിക്ക് ഇവിടെ ചെറിയ ഉള്ളിയൊക്കെ ഇല്ലേ, ചെറിയ ഉള്ളിയൊന്നും ഇവിടെ കിട്ടാനില്ല. അത് കിട്ടണമെങ്കിൽ വേറെ സ്ഥലത്ത് പോകണം. അപ്പം അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള കാരണം ഞാൻ വിചാരിച്ചു ചിക്കൻ കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല,
ഇനിയിപ്പോൾ ചിക്കൻ അഥവാ കഴിക്കണം എന്നുണ്ടെങ്കിൽ പുറത്ത് പോയി ഒരുമിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരുമിച്ചൊക്കെ പോകുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളുടെ ലഞ്ച് ഇതാണ് ഗൈസ്. അപ്പോൾ ചോറും കറിയും പുളിയിഞ്ചിയും ഓക്കെ. ഇവിടെ ചോറിനുണ്ടല്ലോ, ചോറിന് വില കൂടുതൽ, അതായത് അരിക്ക് ഭയങ്കര വില കൂടുതലാണ്. 3 കിലോൻ്റെ പാക്കാണ് ഞാൻ വാങ്ങിക്കാറ്. കാരണം പെട്ടെന്ന് പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടല്ലേ. പിന്നുള്ളത് ഭയങ്കര വലിയ ചാക്കാണ്, അതെടുത്ത് കൊണ്ടുവരിക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പം ഈ 3 കിലോൻ്റെ അരിക്ക് ഞാൻ കൊടുത്തത് എത്രയാണെന്നറിയോ? 13,000 വോൺ, അതായത് ഒരു 900 അല്ലെങ്കിൽ ഒരു 800 റുപ്പീസ്. 800 റുപ്പീസ് 3 കിലോ അരിക്ക്. നമ്മളെ നാട്ടിൽ അരി വാങ്ങാൻ പോകുമ്പം 1 കിലോ അരിക്ക് സോറി 1 കിലോ അരിക്ക് 50 രൂപയോ 40 രൂപയോ എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരാണ് ഞാനും എൻ്റെ വീട്ടുകാരും ഒക്കെ. എന്നിട്ട് ഇപ്പോൾ 3 കിലോ അരിക്ക് ഞാൻ കൊടുക്കുന്നത് 800 രൂപ ഗൈസ്, 800 രൂപ. അതുകൊണ്ട് ഈ ഇതിൽ കാണുന്ന ഓരോ അരിക്കും സ്വർണത്തിൻ്റെ വിലയാണ്. ഓക്കെ, അതുകൊണ്ട് ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഭയങ്കര സൂക്ഷിച്ചിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ ഈ ഭക്ഷണം വേഗം കഴിച്ചു തീർത്തിട്ട് നമുക്ക് നെക്സ്റ്റ് ഭക്ഷണത്തിൽ കാണാം ഗൈസ്. ഇപ്പം സമയം 6:30 ഓക്കെ, വൈകുന്നേരം 6:30. എനിക്ക് ഭയങ്കര ഉറക്കം വരുന്നുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം, പക്ഷെ ഞാൻ ഉറങ്ങിയില്ല. കാരണം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഗൈസ്, ഇന്ന് റിലീസ് ചെയ്യാനുള്ള വീഡിയോ. എനിക്ക് സമയം കിട്ടിയില്ല ഈ വീക്ക്, പാർട്ട് ടൈം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ചില സമയം എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാനിപ്പോൾ ഇരുന്നിട്ടാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ചായ കുടിക്കാമെന്ന്. അപ്പോൾ ചായ കുടിക്കുന്നത് ആക്ച്വലി ഞാൻ ഉണ്ടല്ലോ ഇവിടെ പാല് വാങ്ങിച്ചിട്ട് ചായ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ആ പാല് പെട്ടെന്ന് കേടുവരും. അപ്പോൾ പകുതി പാല് ഞാൻ കളയേണ്ട അവസ്ഥയാണ് എപ്പോൾ ഞാൻ വാങ്ങിച്ചാലും. അപ്പോൾ ഞാനിപ്പോൾ പാല് വാങ്ങിക്കാറില്ല, കട്ടൻ കാപ്പിയാണ് കുടിക്കാറ്. ഓക്കെ, അല്ലെങ്കിൽ കട്ടൻ ചായ കുടിക്കും. ഇത് ആക്ച്വലി ഇഡിയ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്, കോഫി ബ്രാൻഡ്, അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കുന്ന, അല്ലെങ്കിൽ കഫേ എന്ന് പറയാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഈ കോളേജിലുണ്ടല്ലോ കുറേ പ്രോഗ്രാം നടക്കും, ഇങ്ങനെ നമുക്കിങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാംസ് നടക്കും. ഓക്കെ, ആർക്ക് വേണമെങ്കിലും പോയിട്ട് ചുമ്മാ ഗെയിംസ് ഒക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ഒരു ഗെയിം പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് ഇതിപ്പം ഗിഫ്റ്റായിരുന്നു, നമ്മൾ വിൻ ചെയ്തില്ല, പക്ഷേ അവരിങ്ങനെ പാർട്ടിസിപ്പേഷൻ ഗിഫ്റ്റ് കൊടുക്കൂലേ. അപ്പോൾ ഞങ്ങൾക്ക് കോഫിയാണ് തന്നത്. ഇതാണെങ്കിൽ ഭയങ്കര സ്ട്രോങ് കോഫിയാണ്, ഭയങ്കര എന്താ പറയുക, മധുരം ഇടില്ല. അപ്പോൾ കുടിക്കാനൊന്നും പറ്റില്ല സത്യം പറഞ്ഞാൽ. ചുമ്മാ ഇവിടുത്തെ ആൾക്കാരൊക്കെ കുടിക്കും, പക്ഷേ എനിക്ക് ചുമ്മാ ഈ കോഫി കുടിക്കാൻ പറ്റില്ല. ഓ മൈ ഗോഡ് ഭയങ്കര കയ്പ്പാണ് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ ചായ ഉണ്ടാക്കാനൊക്കെ മടിയാണ്. അപ്പോൾ ഞാനിതിങ്ങനെ ഇങ്ങനെ കുറച്ച് ഒഴിച്ചിട്ട് അതിലോട്ട് അതിൻ്റെ സ്ട്രോങ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെള്ളമുണ്ട്. ഓക്കെ, കുറച്ച് വെള്ളം അതിലോട്ട് ഒഴിക്കും. ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ സ്ട്രോങ്നെസ് കുറച്ചിട്ട്, സ്ട്രോങ്നെസ്സോ അങ്ങനെ ഒരു വേർഡ് ഉണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. സ്ട്രെങ്ത് എന്നുണ്ട്, സ്ട്രോങ്നെസ് ഉണ്ടോ അറിഞ്ഞൂടാ ഗൈസ്. അതിൻ്റെ ഒരു കടുപ്പം ഞാൻ കുറയ്ക്കും. ഓക്കെ, എന്നിട്ട് കുറച്ചിട്ട് നമ്മൾ അതിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഇളക്കി കുടിക്കാം, അങ്ങനെയാണ് ഉദ്ദേശം. ഇവിടുത്തെ ആൾക്കാർ തണുത്ത കോഫിയാണ് അധികം കുടിക്കാറ്. ലൈക്ക് വാം കോഫി, തണുത്ത കോഫി. ഓക്കെ, ചൂടുള്ള കോഫിയൊന്നും കുടിക്കാറില്ല. പിന്നെ എനിക്കിവിടെ വന്നിട്ട് ഈ അവസരത്തിനൊത്ത് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ആളാണ് ഞാനൊക്കെ. ചിലപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ എനിക്കിഷ്ടമാണ്, അല്ലെങ്കിൽ ഞാൻ അവസരത്തിനൊത്ത് അല്ലെങ്കിൽ അഡോപ്റ്റായിട്ട് ജീവിക്കുന്ന ആളാണ്. ഓക്കെ, അല്ലാണ്ട് ഞാൻ ഇത് മാത്രമേ കുടിക്കുള്ളൂ, അങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ, അങ്ങനെ ഒരു സ്വഭാവത്തിലുള്ള ആളല്ല. അപ്പം കുറച്ചും കൂടെ മധുരം വേണം തോന്നുന്നു. ബട്ട് ലെറ്റ്സ് സീ, നല്ലോണം ഇളക്കിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഇപ്പം എന്താ, എൻ്റെ കയ്യിൽ സ്നാക്സ് ഉണ്ട്. എവിടെ പോയി? ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ്. ഈ വീഡിയോ ഞാനൊരു എസ്തെറ്റിക് വീഡിയോ ആയിട്ടല്ല കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് നല്ലോണം എഡിറ്റ് ചെയ്ത് അടിപൊളിയാക്കി അങ്ങനത്തെ ഒരു വീഡിയോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഭയങ്കര നാച്ചുറലായിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. എനിക്ക് അറിഞ്ഞൂടെ ഞാൻ കോളാക്കിയോന്ന്. ഇത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുക ഞാൻ കോളാക്കിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഈ സാധനം കണ്ടോ,
ഇതെന്താണെന്നറിയോ, പിമ്പിൾ പാച്ചാണ്. ഇവിടുത്തെ ആൾക്കാർ പിമ്പിൾ പാച്ച് യൂസ് ചെയ്യാറുണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു ഇതൊക്കെ പെട്ടെന്ന് നല്ല അവർ യൂഷ്വലി ഉപയോഗിക്കാറുണ്ട്. പിമ്പിളൊക്കെ ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് അവരതിങ്ങനെ വെക്കും. പിറ്റേന്നത്തേക്ക് തന്നെ അതിൻ്റെ ഉള്ളിലത്തെ ആ വെള്ള സാധനം ഉണ്ടല്ലോ അതൊക്കെ പുറത്ത് വന്നത് പിറ്റേന്നത്തേക്ക് തന്നെ യൂഷ്വലി പോവാറുണ്ട്. അപ്പോൾ നമ്മളുടെ ചായക്ക് കടി എന്താണെന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ നിന്ന് ചിപ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പിന്നെ മിക്സ്ചർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാമെന്ന് വെച്ചു. ഞാൻ അങ്ങനെ അധികം സ്നാക്സ് ഒന്നും കഴിക്കുന്ന ആളല്ല. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്. ഓ മൈ ഗോഡ്. ഇപ്പം ഞാൻ മൈക്കും വെച്ചിട്ടില്ല. കേക്ക് ഉണ്ടോ നിങ്ങൾക്ക്? കുറച്ച് തണുത്തും തോന്നുന്നു. ഈ മിക്സർ അറിയില്ലേ, ഈ മഞ്ഞ സാധനം എങ്ങനെ ഇത് ഫോക്കസ് ചെയ്യാം? എടോ ഫോക്കസ് ആവ്. ഈ മിക്സർ കൊണ്ടുവന്ന് മറ്റേത് കൊണ്ടുവന്നാൽ മതിയായിരുന്നു ആക്ച്വലി. ഞാൻ എന്താ അതും അങ്ങനെയാവോ? എനിക്കതാ ഇഷ്ടം. സത്യം പറഞ്ഞാൽ ഇത് ചൂട് ചായൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് നല്ലത്. പക്ഷെ എന്നാലും ഉണ്ടല്ലോ, എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഉറക്കമായിരുന്നു. അങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഐ ഫീൽ ബെറ്റർ. മേക്കപ്പൊക്കെ പോയി ഭയങ്കര ടയേർഡാണ് ഫേസ്. കുഴപ്പമില്ല, എന്നും നിങ്ങൾക്ക് ഇപ്പം എന്നെ മേക്കപ്പിൽ കാണാൻ പറ്റണമെന്നില്ലല്ലോ. ഞാൻ മതിയാക്കി മിക്സ്ചർ. കാരണം എന്താണെന്നറിയോ? കാരണമൊന്നുമില്ല, എനിക്കത്ര കുറേ കഴിക്കാൻ താല്പര്യമില്ല. നാച്ചുറലി ഞാനിങ്ങനെ കുറച്ച് സ്നാക്സ് കഴിക്കുന്ന ആളാണ്. ഞാൻ ഭയങ്കര നല്ല രീതിയിൽ പറയണമെന്നല്ല, അങ്ങനെ ആയിപ്പോയി. പണ്ടൊക്കെ ഉണ്ടല്ലോ, പണ്ടൊക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴും ബേക്കറി കുറേ വാങ്ങി വെക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ. പിന്നെ അമ്മമാർ സ്നാക്സ് വാങ്ങിച്ചിടുക. ഫിനാൻഷ്യലി ഓൾസോ ആരോഗ്യപരമായിട്ടും അവർ നമുക്കങ്ങനെ വാങ്ങിച്ചു തരില്ലല്ലോ. അപ്പോഴൊക്കെ സ്നാക്സ് കഴിക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമല്ലോ, എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണോ എന്നറിയില്ല, ഇപ്പം എനിക്ക് സ്നാക്സിനോടൊന്നും വലിയ താല്പര്യമില്ല. അതോ എനിക്കിഷ്ടമില്ലാത്തതാണോ എന്നറിയില്ല. ഇപ്പം ഞാനങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ അതാണ് നമ്മളുടെ ഈവനിങ് ടോക്ക്. ഈവനിങ്ങിന് ഞാൻ എന്താ കഴിച്ചതെന്നുള്ള ഒരു വാട്ട് ഐ ഏറ്റ് ഇൻ ദി ഈവനിങ്. ഇനി നമുക്ക് ഡിന്നർ ബാക്കിയുണ്ടല്ലേ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ആളല്ല. അപ്പം നമുക്ക് ഡിന്നർ പുറത്ത് പോവാം. എനിക്ക് മടിയൊക്കെ ഉണ്ട്, ഭയങ്കര ടയേർഡാണ് ഞാൻ. പിന്നെ നല്ല മഴയുണ്ട്. പക്ഷേ മഴയത്ത് തൊപ്പൂക്കി കഴിക്കാൻ നല്ല രസമായിരിക്കും. ഞാൻ ആലോചിക്കട്ടെ, തൊപ്പൂക്കി ഇങ്ങനെ സംസാരിച്ച് കഴിക്കണം എന്നുണ്ടെങ്കിൽ തൊപ്പൂക്കി ഞാൻ പാഴ്സലാക്കിയിട്ട് വാങ്ങിയിട്ട് വരണം. ലെറ്റ് സി. എനിക്ക് പറഞ്ഞാൽ ഞാൻ പാഴ്സലാക്കിയിട്ട് വാങ്ങിയിട്ട് വരലായിരിക്കും. കാരണം എന്താണെന്നറിയോ, ഇവിടെ നിന്നാകുമ്പോൾ എനിക്ക് കുറച്ച് പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ കഴിക്കാം, എൻ്റെ സൗകര്യത്തിന്. അവിടെ നിന്നാകുമ്പോൾ നമ്മളിങ്ങനെ ആൾക്കാരെ നോക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാന്നേ. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കടയിൽ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഡിന്നർ സമയത്ത് കാണാം ഗൈസ്. ഇപ്പം സമയം 8:45, രാത്രി 8:45. എനിക്ക് ഡിന്നർ വാങ്ങിക്കണം. എൻ്റെ കയ്യിൽ ചോറുണ്ട്, പക്ഷെ ഞാനത് കഴിക്കുന്നില്ല. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയെങ്കിലും ഞാൻ ഇന്ന് പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് പോയിട്ട് തൊപ്പൂക്കി വാങ്ങിക്കാം. ഓക്കെ, തൊപ്പൂക്കിയാണ് എൻ്റെ മനസ്സിലുള്ളത്. മഴയൊക്കെ പെയ്യുന്നുണ്ട്, തൊപ്പൂക്കി കഴിക്കാനൊരാഗ്രഹം. അപ്പോൾ നമുക്ക് തൊപ്പൂക്കി വാങ്ങിക്കാൻ പോവാം. ഓക്കെ, ഇവിടെ നിന്നാണ് ഞാൻ പൊതുവെ എപ്പോഴും ഭക്ഷണം വാങ്ങിക്കാറ്. അടച്ചിട്ടില്ലാന്ന് തോന്നുന്നു. തൊപ്പൂക്കി ഉണ്ടോയെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം. ഗൈസ്, നമ്മൾ തൊപ്പൂക്കി വാങ്ങിച്ചു.
ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും കേട്ടോ, നൈറ്റല്ലേ. ആക്ച്വലി ഉണ്ടല്ലോ, എനിക്ക് റൂമിലിരുന്ന് പുറത്തിറങ്ങാൻ ഭയങ്കര മടിയാണ്. ഇപ്പം ഞാൻ പുറത്തിറങ്ങി പോയിട്ട് ഫുഡ് വാങ്ങിച്ച് വരല്ലേ, അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നു. അതായത് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് പോയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനത്തെ ഒരു സംഭവം ഭയങ്കര ഐ ഡോണ്ട് നോ, ഒരു പ്രൗഡ് ഫീലിംഗ്. ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ പ്രൗഡായിട്ട് ഫീൽ ചെയ്യണം. ഓക്കെ, വലിയ വലിയ കാര്യങ്ങൾ മാത്രം നടന്നാൽ നമ്മൾ നമ്മുടെ കാര്യത്തിൽ പ്രൗഡാവണം അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഞാൻ പുറത്ത് പോകാത്ത ആളല്ല, പക്ഷേ റൂമിലിരുന്ന് പിന്നെ പുറത്തിറങ്ങാൻ ഭയങ്കര മടിയാണ്. ഇന്നാണെങ്കിലും മഴയുണ്ട്. എനിക്ക് ആക്ച്വലി മഴ ഇഷ്ടമാണ്. മഴ ഉണ്ടാകുമ്പോൾ തണുപ്പല്ലേ, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് വെറൈറ്റി ആയിട്ട് ഞാൻ രാമ്യോൺ തൊപ്പോക്കിയാണ് വാങ്ങിച്ചത്. യൂഷ്വലി ഞാൻ നോർമൽ തൊപ്പോക്കി മാത്രമേ വാങ്ങിക്കാറുള്ളൂ. ഇന്ന് അവിടെ കണ്ടു രാമ്യോൺ തൊപ്പോക്കി, അപ്പം ഞാൻ അത് വാങ്ങിച്ചു. ഞാനും ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് റൂമിൽ പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഗൈസ്, പോകുന്ന വഴിക്ക് ഞാനൊരു ഐസ്ക്രീം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഐസ്ക്രീമിന് ഇവിടെ മിനിമം 30 രൂപയാണ് കേട്ടോ. അതിനൊരു 35 രൂപ ഈ ഐസ്ക്രീം ഷോപ്പ് ഉണ്ടല്ലോ എപ്പോഴും തുറക്കും. അപ്പം ഞാനൊരു ഐസ്ക്രീമും വാങ്ങിച്ചു. ഐസ്ക്രീം ഏതാ വാങ്ങിച്ചതെന്നറിയോ? സുബാക്, അതായത് നമ്മളുടെ വാട്ടർമെലണിന് കൊറിയനിൽ സുബാക് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഡ്രാമ കണ്ടിട്ടുണ്ടോ, ട്വിങ്ക്ലിങ് വാട്ടർമെലൺ? അതിൻ്റെ കൊറിയൻ നെയിം എന്താ എനിക്ക് ഓർമ്മയില്ല. അതിൽ പുള്ളിക്കാരൻ, അതിൻ്റെ ഒരു ഹീറോ ഇല്ലേ, ദ ഡാഡ് ഹീറോ, ഡാഡിൻ്റെ ചെറുപ്പകാലം, അവൻ ഈ ഒരു വാട്ടർമെലൺ സൈസിലുള്ള അല്ലെങ്കിൽ വാട്ടർമെലൺ ഷേപ്പിലുള്ള ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. അന്ന് മുതലുണ്ടല്ലോ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ആ ഐസ്ക്രീം കഴിക്കാൻ, കാരണം നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് വാങ്ങിച്ചത്. ഞാൻ മുമ്പ് കഴിച്ചു നോക്കിയിട്ടുണ്ട്, അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ റൂമിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഡിന്നർ ടൈം ആയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊപ്പുക്കി വാങ്ങിച്ചു വന്നു. ഇതാണ് നമ്മളുടെ തൊപ്പുക്കി. ആക്ച്വലി ഇപ്പോൾ സമയം 10 മണിയായി. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതാണ് കുറച്ച് സമയം എടുത്തത്. എങ്ങനെയാണെങ്കിൽ നമുക്ക് കഴിക്കാൻ സമയമായി. ഇന്ന് ഞാൻ പറഞ്ഞ പോലെ രാമ്യോൺ തൊപ്പുക്കിയാണ് ഓർഡർ ചെയ്തത്. തൊപ്പുക്കി ഉണ്ട്, കൂടെ കിംച്ചി ഉണ്ട്. ഓക്കെ, കിംച്ചി അങ്ങനെ ഞാൻ കഴിക്കാറില്ല, എന്നാലും ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കഴിക്കാം. ഈ ഒരു സാധനം കണ്ട, ഇതെന്തിനാന്ന് അറിയില്ല, എന്താണെങ്കിലും നമുക്ക് ഇങ്ങനെ കഴിക്കാം. അവരുടെ കിംച്ചി രസമുണ്ട്, ഭയങ്കര എരിവുണ്ട്. പക്ഷെ തൊപ്പുക്കിന്റെ കൂടെ ഒന്നും കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. പോയാ കുഴപ്പമില്ല. ഇനി നമുക്ക് തൊപ്പുക്കി കഴിക്കാം. ഇന്നത്തെ അല്ല, ഇവരുടെ തൊപ്പുക്കിന്റെ പ്രശ്നം ഇവരുടെ തൊപ്പുക്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഇതിന് 5500 വണ്ണേ ഉള്ളൂ. അതായത് നമ്മളുടെ ഒരു എത്ര വരും, 300 രൂപ അല്ലേ? 300-ലെക്കാളും കുറച്ച് കൂടുതൽ. ഓക്കെ, അതിലിവര് എഗ്ഗും ഇടും, പിന്നെ ഒബ്വിയസ്ലി തൊപ്പുക്കി. യൂഷ്വലി അങ്ങനെ ഇടാറില്ല. ഓക്കെ, ഇത് ഞാൻ വാങ്ങി വന്നിട്ട് കുറച്ച് നേരമായി, അപ്പൊ അതിന്റെ ഒരു ചൂട് പോയിട്ടുണ്ട്. അയ്യോ, ആക്ച്വലി രാമ്യോണൊക്കെ അപ്പൊ തന്നെ കഴിക്കണം എന്നാണ് പറയുക, അല്ലെങ്കിൽ അതിങ്ങനെ എന്താ പറയാ, ഇതായി പോവും. ഓവർ കുക്ക്ഡായി പോവും രാമ്യോൺ, അപ്പൊ രസം ഉണ്ടാവില്ല. എനിക്ക് പിന്നെ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഇതാണ് തൊപ്പുക്കി. കണ്ടാ, കാണില്ലേ? ഫോക്കസ് ആവടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തൊപ്പുക്കി. ആക്ച്വലി ഇവരുടെ തൊപ്പുക്കി നല്ല ടേസ്റ്റ് ഉണ്ട്. തൊപ്പുക്കിയിൽ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ എത്ര തവണയല്ലേ, അപ്പോൾ ഇന്നത്തേൽ രാമ്യോൺ ഉണ്ട്. പിന്നെ എപ്പോഴും ഉണ്ടാവുന്ന ഒരു സാധനം ഫിഷ് കേക്ക്. കുറച്ച് എരിവുണ്ട്.
നമുക്ക് സഹിക്കാൻ പറ്റുന്ന എരിവൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു മീൻകറി കുറച്ച് എരിവിട്ട് വെച്ചാൽ അങ്ങനെ ഉണ്ടാവും, ആ ഒരു എരിവാണ്. ഞാനിപ്പോൾ ഭയങ്കര പ്രോ ആണെന്ന് തോന്നുന്നു ഈ ഒരു എന്താ ചോപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്. റിയലി ടേസ്റ്റി. ഇത് സത്യം പറഞ്ഞാൽ കുറച്ച് മുമ്പ് കഴിക്കണമായിരുന്നു. രാമൻ നല്ലോണം വെന്ത് പോയി, പക്ഷെ കുഴപ്പമില്ല. എന്നാലും രാമൻ അതിൻ്റെ പാകത്തിന് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. നിങ്ങൾ ഇപ്പിയൊക്കെ ഉണ്ടാക്കി നോക്കില്ലേ? ഇപ്പി ഉണ്ടാക്കുമ്പം നല്ലോണം വേവിക്കരുത്, ഓക്കെ? അതിൻ്റെ കറക്റ്റ് പാകത്തിന് എടുക്കണം, കറക്റ്റ് വെള്ളം. അങ്ങനെ ഉണ്ടാക്കിയാണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് വേവ് കൂടുതലായാലും അല്ലെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ അതിൻ്റെ ടേസ്റ്റ് രസം ഉണ്ടാവില്ല. ആ മുടി അഴിച്ചിട്ടില്ലെങ്കിൽ ഒരു ലുക്ക് ഉണ്ടാവില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുടി അഴിച്ചിട്ട്. ഗൈസ്, എന്താ സംഭവിച്ചതെന്നറിയില്ല, എൻ്റെ മൈക്ക് ഓഫായി. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു ക്ലിപ്പിന് സൗണ്ട് ഇല്ല. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. തൊപ്പൊക്കെയാണ് ഞാൻ അവസാനമായിട്ട് കഴിച്ചത്. ഞാൻ വാട്ടർമെലൺ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാൻ സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി മറന്നുപോയി. ഈ ഭക്ഷണമൊക്കെ കഴിച്ചു വന്നപ്പോഴേക്ക് അത് ഇപ്പോഴും എൻ്റെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ വേറൊരു ദിവസം ഞാൻ വാട്ടർമെലൺ ഐസ്ക്രീം കഴിച്ച് നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. കാരണം നല്ല ഭംഗിയാണ് കാണാൻ, ടേസ്റ്റുമാണ്, പക്ഷേ ടേസ്റ്റിനെക്കാളും കൂടുതൽ ഭംഗിയാണ് കാണാൻ. എനിവേ, നമുക്ക് ഈ ഒരു വീഡിയോ ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഭയങ്കര ലോങ് വീഡിയോ ആണെന്ന് എനിക്കറിയാം, ഞാൻ കുറേ സംസാരിച്ചിട്ടുണ്ട്. ബട്ട് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്. എൻ്റെ കൊറിയയിലെ വിശേഷങ്ങളൊക്കെ കേട്ട് ഭക്ഷണം കഴിക്കുന്നതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ പറയണം കേട്ടോ, സോ ദാറ്റ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഇനി ചെയ്യില്ല രസമില്ലെങ്കിൽ. അപ്പോൾ അതും പറയണം. കുഴപ്പമില്ല, ഇഷ്ടമില്ല എന്നാണെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞോളൂ, കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.